48ാമത് തീരസംരക്ഷണ സേനാ ദിനത്തിനോടനുബന്ധിച്ച് വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ കടലിൽ ഒരു ദിവസം എന്ന പരിപാടി സംഘടിപ്പിച്ചു. കേരള സർക്കാർ, കരസേന, വ്യോമസേന, കോസ്റ്റ് ഗാർഡ് എന്നിവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും കുടുംബാംഗങ്ങളും മാധ്യമപ്രവർത്തകരും ഔദ്യോഗിക അതിഥികളായി പങ്കെടുത്തു. വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ കമാൻഡന്റ് ജി ശ്രീകുമാർ കോസ്റ്റ് ഗാർഡിന്റെ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും വിശദീകരിക്കുകയും ചെയ്തു. കോസ്റ്റ് ഗാർഡിന്റെ അനക്, ആര്യമാൻ, ഊർജ സ്രോത്, ശ്രീ 427, 441 എന്നീ 5 കപ്പലുകളും അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററും പരിപാടിയിൽ ഉണ്ടായിരുന്നു. 4060 ബൊഫേഴ്സ് തോക്കും മോട്ടോർ തോക്കും ഉപയോഗിച്ചുള്ള വെടിവെപ്പും രക്ഷാപ്രവർത്തന രീതികളും കടലിൽ പ്രദർശിപ്പിച്ചത് ഉദ്യോഗസ്ഥരെയും കാണികളെയും ഒരുപോലെ ആകർഷിച്ചു. വിഴിഞ്ഞത്ത് 2 ഘട്ടങ്ങളായി സംഘടിപ്പിച്ച പരിപാടിയിൽ 5 കോസ്റ്റ് ഗാർഡ് കപ്പലുകളിലായി ഏകദേശം 3000ഓളം പേർ പങ്കെടുക്കുകയും ചെയ്തു. കൊച്ചിയിൽ നിന്നും ആര്യമാൻ, ഊർജ സ്രോത് എന്നീ 2 കോസ്റ്റ് ഗാർഡ് കപ്പലുകളും 1 ഹെലികോപ്റ്ററും എത്തുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.